എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്, അതുപോലെ കമന്റ് ചെയ്യാറുണ്ട്. ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷേ എന്റെ ഫെയർ ടോൺ ഇച്ചിരി ഡൾ അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഉള്ളവര് ഈ ഒരു ഫീൽഡിൽ സെലക്ട് ചെയ്യുമോ, ജോലി കിട്ടുമോ? അതുപോലെ ചിലവര് ബോഡീനെ വെച്ചിട്ട് ലൈക്ക് അണ്ടർ വെയിറ്റ് ആണ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണ്, അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജസ് അയക്കാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഈ ഒരു ടോപ്പിക് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞു കളയാന്ന്. സ്ട്രെയിറ്റ് അവേ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോവുകയാണെങ്കിൽ ഇറ്റ്സ് എ ബിഗ് നോ. അതായത് നിങ്ങളെ ജോലിക്ക് എടുക്കില്ല എന്നല്ല. ഏവിയേഷൻ ഇൻഡസ്ട്രി ഒരിക്കലും ഈ പറയുന്ന സോ കോൾഡ് ബ്യൂട്ടി ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടല്ല. ഐ ഡോണ്ട് തിങ്ക് ഇന്നേ വരെ ഒരു എയർലൈൻസും അവരുടെ ജോബ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ ജോബ് റിക്വയർമെന്റ്സിൽ ഫെയർ സ്കിൻ ടോൺ ആയിരിക്കണം അല്ലെങ്കിൽ ആം, എന്താ പറയാ ഡസ്കി സ്കിൻ ആയിട്ടുള്ളവർ എടുക്കില്ല, അങ്ങനെ ഒന്നും ഇന്നേ വരെ പറഞ്ഞ് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇഫ് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തില് ഉള്ള നമ്മൾ പറയപ്പെടുന്ന, അതായത് ബ്യൂട്ടി എന്ന് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് ഒന്നും ഏവിയേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏവിയേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരു മാനദണ്ഡമേ അല്ല. അപ്പൊ ഗ്രൂമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും വിചാരം ഒരുപാട് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. പ്രൊഫഷണലിസം ഭയങ്കരമായിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഏവിയേഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഓരോ എയർലൈൻസിന്റെയും ഫേസ് എന്ന് പറയുന്നത്. അവരുമായിട്ടാണ് പാസഞ്ചേഴ്സ് ഡയറക്ട്ലി കോണ്ടാക്ട് ഉള്ളത്. അപ്പൊ അവരുടെ ഗ്രൂമിങ് അല്ലെങ്കിൽ അവരുടെ എത്തരത്തിലാണ് പെരുമാറ്റം എന്നുള്ളതൊക്കെയാണ് ഒരു എയർലൈനിന്റെ ക്വാളിറ്റീനെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇമ്പോർട്ടൻസ് ഗ്രൂമിങ്ങിൽ കൊടുക്കുന്നത്. പിന്നെ ഗ്രൂമിങ് ഡസൻ മീൻ ദാറ്റ് നിങ്ങൾ ഒരുപാട് മേക്കപ്പ് ഇടുക അല്ലെങ്കിൽ ഒരുപാട് ഈ പറയുന്ന ഇതൊക്കെ ഫോളോ ചെയ്യാന്നല്ല. ഗ്രൂമിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലും നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഹൈജീൻ, ഈവൻ നിങ്ങളുടെ നെയിൽസ്, ടീത്ത്, ഹെയർ, ഡ്രസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു യൂണിഫോം ഇടുമ്പോൾ ആ ഒരു യൂണിഫോം എത്രയും ക്ലീൻ ആയിട്ട് ഇടുക എന്നുള്ളതാണ്. ഈവൻ നിങ്ങൾക്ക് ഇപ്പൊ നെയിൽ പോളിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഫോർ ഗേൾസ് നെയിൽ പോളിഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചില പർട്ടിക്കുലർ കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ മേ ബി വൈറ്റ് അല്ലെങ്കിൽ പിങ്ക്, അങ്ങനെ ഓരോ എയർലൈൻസും ഫോളോ ചെയ്യുന്ന ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. പിന്നെ ഐഷാഡോ യൂസ് ചെയ്യുമ്പോൾ, ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ എല്ലാം ഓരോ എയർലൈൻസും ഓരോ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബോയ്സിനുണ്ട് അവരുടെ താടി മീശ ഇതെല്ലാം ഷേവ് ചെയ്യുക അല്ലെങ്കിൽ ട്രിം ചെയ്യുന്ന രീതി, പിന്നെ ബാഡ് ബ്രത്ത് ഇല്ലാതെ ശ്രദ്ധിക്കുക, എപ്പോഴും പെർഫ്യൂംസ് യൂസ് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ഒരു ഹൈജീന്റെ ഭാഗമാണ്. ഒരു ഏവിയേഷൻ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം തന്നെ ഒരുപാട് പാസഞ്ചേഴ്സ് വരുന്നുണ്ട്. ഒരുപാട്, അതായത് ഒരു ദിവസം തന്നെ ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ മേ ബി 174 അല്ലെങ്കിൽ അങ്ങനത്തെ കപ്പാസിറ്റികൾ ഉള്ളതായിരിക്കും. അപ്പൊ അത്രയും പാസഞ്ചേഴ്സ്, അതും ഡിഫറെന്റ് കൾച്ചറുള്ള ആൾക്കാര്, ഡിഫറെന്റ് സ്വഭാവമുള്ള ആൾക്കാര്, ഡിഫറെന്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര്, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ലക്ഷ്യം. കാരണം നമുക്കൊരു യൂണിഫോമിറ്റി വേണം. ഇപ്പൊ ഞാൻ പച്ച കളർ നെയിൽ പോളിഷ്, അപ്പുറത്ത് നിൽക്കുന്ന വേറൊരു സ്റ്റാഫ് ചുമപ്പ കളർ നെയിൽ പോളിഷ്, ഇതെല്ലാം അടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രൊഫഷണലിസം തോന്നുക? അപ്പൊ ഇതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രൂമിംഗ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നതും പ്രോപ്പർ ഗ്രൂമിംഗ് ചെക്ക് ഉണ്ടാവുന്നതും എല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. ആൻഡ് ഈ പറയുന്ന സ്കിൻ ടോൺ, ഇത് എനിക്ക് തോന്നുന്ന ഒരു മിത്താണ്. ഞാനും ചെറുതിലെ വിചാരിച്ചിട്ടുണ്ട് എയർ ഹോസ്റ്റസ് എന്ന് പറയുമ്പോഴത്തേനും ഓ മൈ ഗോഡ് ഭയങ്കര ബ്യൂട്ടി, ഒരു ബ്യൂട്ടി തിങ് ആണ്, ഭയങ്കര ഭംഗി നോക്കിയാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ വിചാരിച്ചൊരു കാലം എനിക്കുണ്ട്. അപ്പൊ എനിക്ക് മെയിൻലി പറയാനുള്ളത് എന്ത് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും അത് ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കരുത്. എല്ലാ ഫീൽഡിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ മെയിൻലി നിങ്ങളുടെ നോക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. കോൺഫിഡൻസ്, നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതുപോലെ ഓരോ സിറ്റുവേഷൻസിനെ ചിലപ്പോൾ അവര് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടാത്ത ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും നിങ്ങൾ പാനിക് ആവുന്നുണ്ടോ, നിങ്ങൾ ആ സിറ്റുവേഷൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു രീതിയാണ് നിങ്ങൾ ലേൺ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ കളർ അല്ലെങ്കിൽ സ്കിൻ ടോൺ അല്ലെങ്കിൽ ശരീരഘടന ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിനെ ഒരിക്കലും ബാധിക്കരുത്. പിന്നെ എനിക്ക് ഒരു ഉപദേശം തരാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതിലേക്ക് ഒരുപാട് പേരും ഇൻഫ്ലുവൻസ് ആയി പോകുന്നുണ്ട്. നല്ല കാര്യങ്ങൾ എന്തും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക, കറക്റ്റ് ആണ്. പക്ഷെ എന്താണ് ഈ നല്ലത്, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ബോധം നമ്മൾ കാണിക്കണം. ഓക്കെ, ഇപ്പോ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിൽ നിന്നും വൈറ്റ് അല്ലെങ്കിൽ ഫെയർ ആയിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഡാർക്കർ ആയിട്ടുള്ള സ്കിൻ ടോൺ എന്ന് പറയുന്നത്
മോശം ആണെന്നല്ല എന്റെ മീനിങ്. ഇപ്പോഴും നമ്മൾ എന്ത് വീഡിയോ കാണുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മൾ ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടത് അത് പകർത്താനോ അല്ലെങ്കിൽ അത് ചെയ്യാനോ ശ്രമിക്കരുത് ഒരിക്കലും. ഈവൻ ദോ ഞാനും ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്, എന്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ ആദ്യം പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണം എന്നില്ല. ഇപ്പൊ ഒരു സൺ ടാൻ റിമൂവൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സൺ ടാൻ ഒക്കെ റിമൂവ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഓക്കെ, ലൈക്ക് നമ്മുടെ ഫേസിൽ വന്ന ഒരു ഇതിനെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ അതല്ലാതെ ഫെയർനെസ് ഓവറായിട്ട് കിട്ടാൻ ഉള്ള ഒരു സാധനവും നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. കാരണം ഇതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത് കുറെ നാളുകൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഉണ്ടാവുക. എനിക്ക് എപ്പോഴും ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഇതിൽ കൂടെ ഇവർ നൽകുന്നത് റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അത് എന്താന്ന് പോലും ചിന്തിക്കാതെ അത് ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. സോ അതൊക്കെ കുറച്ചുകൂടി നമ്മൾ ചിന്തിച്ചതിന് ശേഷം എടുത്തു ചാടുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ബോഡി. അപ്പോൾ ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ഇഫ് നിങ്ങൾ ഒരു ക്യാബിൻ ക്രൂ ആവാനാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പൈലറ്റ് ഒക്കെ ആവാനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BMI ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ BMI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഫിറ്റ്നസ് ആണ്. ഹൈറ്റ് അനുസരിച്ച് വെയിറ്റ് വരിക. നമ്മളൊരു ക്യാബിൻ ക്രൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ പോലെ ഗ്രൗണ്ടിൽ നിന്നിട്ടുള്ള ജോലിയല്ല. ഇവര് മുകളിൽ ഇങ്ങനെ പറന്ന് നടക്കുവാണ്. അപ്പൊ നമ്മളൊരു ഫ്ലൈ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ടയർഡ്നെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലവർക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വരിക, തലറങ്ങുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇവര് എപ്പോഴും ഒരാഴ്ചയിൽ എല്ലാ ദിവസവും, ഒരു ദിവസം അവർക്ക് ഓഫുള്ള ദിവസം ഒഴികെ ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിന് അത് കുറച്ച് എന്താ പറയാ മോശമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ അവര് ബോഡി ഫിറ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ളത് ആ ഒരു BMIക്ക്. പിന്നെ നിങ്ങൾ ഗ്രൗണ്ട് സ്റ്റാഫ് ആയിട്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന BMI ഒന്നുമില്ല. നോർമൽ ടു എല്ലാ ജോലി പോലെ തന്നെ BMI ലെവലും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, സെലക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാലോ, ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ റിസർവേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഞാനും പുറത്തുനിന്ന് ആദ്യം നോക്കുമ്പോഴത്തേനും പണിയൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ നിന്നാ മതിയല്ലേ എന്നൊക്കെ ഉള്ള ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അങ്ങ് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന, പുറത്തുനിന്ന് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു സാധനമേ അല്ല അകത്ത്. ഞാനിപ്പോ നെഗറ്റീവായിട്ട് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ അങ്ങനെ ഒന്നുമല്ല. ലൈക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനത് ഓൾറെഡി ഒരു വീഡിയോ നെഗറ്റീവ് സൈഡ്സ് ഓഫ് ഏവിയേഷൻ അല്ലെങ്കിൽ എയർപോർട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പൊ അത് ജസ്റ്റ് കണ്ടു നോക്കാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഗ്രൂമിങ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ കൂടുതലും ഇങ്ങനെ ഏവിയേഷൻ റിലേറ്റഡ് വീഡിയോസ് ആണ് ചെയ്യാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, മെസ്സേജ് അയക്കാം. പക്ഷെ ചിലവരൊക്കെ കമന്റ് ചെയ്യുന്ന ഡൗട്ട്സ് എനിക്ക് അറിയാൻ പാടില്ലാത്തതാണ്. കാരണം എനിക്ക് ഈ പറയുന്ന ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, അതിന് എനിക്കറിയാവുന്ന കുറച്ച് അറിവുകളുണ്ട്, അതിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ചിലവർ എന്തൊക്കെയോ കോഴ്സ് പഠിച്ചാൽ എങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമന്റ് ചെയ്യാറുണ്ട്. ഇത് എന്ത് കോഴ്സാണെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പൊ എനിക്ക് അറിയാവുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാനായിട്ട്, റിപ്ലൈ തരാനായിട്ടൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇനി എന്താ വീഡിയോ വേണ്ടേ അല്ലെങ്കിൽ എന്താണ് ഡൗട്ട് എന്ന് ജസ്റ്റ് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് കണ്ടന്റ് എടുത്ത് വീഡിയോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.